ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ പറയച്ചാ, എന്തു പറ്റി? ആ പണം പോയി. ഹലോ, അയ്യോ അത് പ്രശ്നമാവല്ലോ. ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കാം. അച്ഛാ ഫോൺ സ്പീക്കറിലിട്. ആ അച്ഛാ. ആ കുറുപ്പാ? ആ പറഞ്ഞോ. അല്ല സാറേ, സംഗതി ആകെ പ്രശ്നമാണ്. വാദിവാദം വക്കീല് നിർണായകമായ പല തെളിവുകളും ഹാജരാക്കി. കേസിന്റെ പോക്ക് കണ്ടിട്ട് എല്ലാ പ്രതീക്ഷയും കൈവിട്ടിരിക്കുക സാറേ. കേസ് വിസ്താരം നടന്നുകൊണ്ടിരിക്കുക. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ എന്തായെന്ന് കാര്യം പറയണോ? കേസ് ജയിക്കാൻ സാധ്യത കുറവാ സാറേ. ഫോൺ ഓഫ് ചെയ്യടാ. ഇങ്ങോട്ട് മാറടി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, അതാ നിയമം. അപ്പച്ചി, എന്താടാ? ഇവിടെ ആരും അതിന് ഉപ്പ് നിന്നിട്ടില്ല. ഞങ്ങള് വേറൊരു ടെൻഷനിലേക്കാ. എടാ, ഞാനൊരു ചൊല്ലു പറഞ്ഞെന്നേ ഉള്ളൂ. ചൊല്ല്. നിന്റെ തന്തേ ഈ നിൽക്കുന്ന കുറുപ്പ് തറവാട്ട് സ്വത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളഞ്ഞിട്ടേ ഉള്ളൂ, ഒന്നും സമ്പാദിച്ചിട്ടില്ല. അച്ഛാ, അയാള് പറഞ്ഞോന്ന് വെച്ച് നമ്മള് കേസ് തോറ്റുന്നൊന്നും അർത്ഥമില്ല. അല്ല ജിതേട്ടാ, ഒന്നാമത് കഷ്ടകാലമാണല്ലോ. സമയദോഷം കൊണ്ടെങ്ങാനും ഇനി അച്ഛനെതിരെ വിധി വന്ന? അയ്യോ അച്ഛൻ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എത്ര നാൾ അകത്ത് കിടക്കേണ്ടി വരൂന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാ. കള്ളനും കൊലപാതകികളും സ്ത്രീപീഡനക്കാരും ഒക്കെ കിടക്കുന്ന ജയിലില് ഒരു ദിവസമെങ്കിലും അച്ഛനെ കിടക്കേണ്ടി വന്നാലുള്ള അവസ്ഥ ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. മതിയടി, നിർത്ത്. മനുഷ്യനിവിടെ ഉരുകി നിൽക്കുമ്പോഴാ അവിടെ ഒരു വൃത്തിയിട്ട സംസാരം. നീ ടെൻഷൻ അടിക്കാതിരിക്കടാ. കള്ളനും കൊലപാതകികൾക്ക് മാത്രം കിടക്കാനുള്ളതല്ല ജയില്. ഗാന്ധിജി, നെഹ്റു ഒക്കെ കിടന്നിട്ടുള്ളതാ. വരുന്നെടുത്ത് വെച്ച് കാണാടാ. ആ ഇങ്ങനെ വിഷമിക്കാതെ മാധവേട്ട. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്നെ ആശ്വസിപ്പിക്കാറില്ല മാധവേട്ടൻ. ഇങ്ങനെ തളർന്നിരുന്നാലോ? മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല. ചന്ദ്രു, ആ ഓട്ടോ നമ്മുടെ സ്വന്തമായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ വിഷമം വരില്ലായിരുന്നു. ഇതിപ്പോ നമ്മളെ സഹായിക്കാമെന്ന് ഉറപ്പ് തന്ന വണ്ടിയുടെ ഓണർ, നല്ല മനുഷ്യനോട് ഞാൻ എന്ത് സമാധാനം പറയും? എങ്ങനെയും ആ ഓട്ടോയ്ക്ക് പകരം പണമോ ഓട്ടോയോ തിരികെ കൊടുക്കണം. അതിനെന്താ വഴിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അച്ഛാ, മോളെ, അങ്ങനെ അച്ഛന്റെ അവസാന മാർഗവും നിലച്ചു. ഒരാൾ ഓടിക്കാൻ തന്ന വണ്ടിയാ. അയാളോട് ഞാൻ ഇനി എന്ത് പറയും? എന്താ മാധവേട്ട ഇത്? ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരിട്ടവരല്ലേ നമ്മള്? അതല്ല ചന്ദ്രു, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന വാഹനമല്ലേ കത്തിപ്പോയത്. അതിനർത്ഥം ഇനി മുന്നോട്ട് പോകണ്ട എന്നല്ലേ ചന്ദ്രു? മാധവേട്ട,
ഞാൻ ആലോചിച്ചിട്ടും മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ല. അച്ഛൻ തളർന്നു പോവരുത്. അച്ഛൻ തളർന്ന ഞങ്ങള് എന്താ വന്നിന് ഇത്? അച്ഛനെ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് നീ കരയുകയാണോ? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മാധവേട്ട, ദൈവം എല്ലാ വഴിയൊന്നും അടച്ചിട്ടില്ല. തൽക്കാലം ഓട്ടോയുടെ ഉടമയ്ക്ക് ഓട്ടോയുടെ പണം തിരിച്ചു കൊടുത്താ പോരെ. ഊർമിള തന്ന പണം ബാങ്കിൽ കിടക്കല്ലേ. അതിൽ നിന്ന് കുറച്ച് പണം എടുത്ത് ഓട്ടോയുടെ കടം തീർക്കാം. അതെ അച്ഛാ, വേണമെങ്കിൽ കുറച്ച് പൈസ കൂടി എടുത്ത് വേറൊരു ഓട്ടോ വാങ്ങാലോ. തൽക്കാലം ആ ക്യാഷ് എടുത്ത് നമുക്കിതിന് പരിഹാരം കാണാം. വീട് പണിക്കുള്ള പണം നമുക്കുണ്ടാക്കാം. മാധവേട്ട, അച്ഛാ പറയച്ചാ, എന്തു പറ്റി? ആ പണം പോയി. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഒരു ദ്രോഹി ആ പണവും കട്ടെടുത്തോണ്ട് ഓടിപ്പോയി. എല്ലാം എന്റെ കയ്യിലെ കുഴപ്പമാ. ദാനമായിട്ട് കിട്ടിയ പണം പോലും സൂക്ഷിക്കാൻ കഴിയാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരുത്തനായി പോയൊരച്ഛൻ. ഈ അവസ്ഥയിൽ പോലും എനിക്ക് അച്ഛനൊന്നും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. മോളെ, എന്താ മോളെ ഇത്? ശപിക്കല്ലേ അച്ഛ, ഒരു ഗതിയും ഇല്ലാഞ്ഞിട്ടാ. മോളെ, മാനത്തെ കൊട്ടാരം